അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ പത്മജ വേണുഗോപാലിന്റെ ബിജെപിയിലേക്കുള്ള പോക്ക്, അതിനെ രാഷ്ട്രീയമായി എങ്ങനെയാണ് കോൺഗ്രസ് മറികടക്കാൻ പോകുന്നത്? ഒപ്പം മിഥുൻ, ഇതിനെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റുക എന്നൊരു അജണ്ട ബിജെപിക്കുമുണ്ടല്ലോ. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ ദേശീയ തലത്തിൽ തന്നെ നിരവധി നേതാക്കളെ മറുകണ്ഠം ചാടിക്കുന്നു. കോൺഗ്രസിൻ്റെയൊക്കെ മുഖമായിരുന്ന നേതാക്കൾ ഇപ്പോൾ ബിജെപിയുടെ ഭാഗമായിട്ടുണ്ട്. അതിനുശേഷം കേരളത്തിലേക്ക് വന്നാൽ പോലും അവർ കൃത്യമായി പ്ലാൻ തയ്യാറാക്കുന്നു. എങ്ങനെ കേരളത്തിൽ ഘട്ടം ഘട്ടമായി വിജയിച്ചു കയറണം. ഇപ്പോൾ PC ജോർജിനെ പോലെയുള്ള ഒരു നേതാവിനെ ഭാഗമാക്കാൻ സാധിച്ചു. അവിടെ ചില അസ്വാരസ്യങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ചിലരൊക്കെ നേരത്തെ BJPയിൽ ചേർന്നിട്ട് BJPയെ ഉപേക്ഷിച്ച സാഹചര്യമുണ്ട്. എങ്കിൽ പോലും ഇങ്ങനെയുള്ള നേതാക്കൾ, ഈ പത്മജ വേണുഗോപാൽ എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയ കേരളത്തിന് അറിയാവുന്ന നേതാക്കൾ ആണ്. പാർട്ടിയിലെ സ്വാധീനം എന്തായാലും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല എങ്കിൽ പോലും ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വനിതകളുടെ പേരുകളിൽ വളരെ പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്നാണല്ലോ പത്മജ. അപ്പോൾ ആ പേരുകളൊക്കെ എങ്ങനെയായിരിക്കാം ഇനി BJP പ്രയോജനപ്പെടുത്താൻ പോകുന്നത്? അഭിലാഷ്, ഞാൻ ആ ചോദ്യത്തിലേക്ക് വരും മുമ്പ് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് നമ്മൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വലിയ അസഭ്യ വാക്കുകളൊക്കെ നമ്മുടെ റിപ്പോർട്ടറെയൊക്കെ വിളിക്കുന്നത് നമ്മൾ കേട്ടതാണ്. അതായത് കരുണാകരൻ്റെ മോൾ അങ്ങനെ BJPയിലേക്ക് പോകില്ല, ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ എങ്ങനെ നൽകുന്നു, അതായത് നമ്മൾ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാനലായി മാറുന്നു എന്നുള്ള ഒരു തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇവർ പങ്കുവെക്കുകയും ചെയ്തു. പക്ഷേ ആ നിലപാടൊക്കെ ഇപ്പോൾ മാറുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ കൊടുത്ത വാർത്ത ശരിയാണ് എന്ന് ജനം തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പത്മജ പോയാൽ പോകട്ടെ എന്ന നിലപാടിലേക്ക് ഇപ്പോൾ നേതാക്കളും ഒപ്പം തന്നെ പാർട്ടി അണികളും എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പത്മജയെ ഇപ്പോൾ അസഭ്യ വാക്കുകൾ കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വിശേഷിപ്പിക്കുകയാണ് പാർട്ടി നേതാക്കൾ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. ഇനി ആ ചോദ്യത്തിലേക്ക് വരുമ്പോൾ, അതായത് നമുക്കറിയാം തൃശ്ശൂർ മണ്ഡലം, അതായത് BJPയുടെ A+ കാറ്റഗറിയിലുള്ള പ്രധാനപ്പെട്ട, അവർ വിജയിക്കാൻ പറ്റുമെന്ന് അവർ വിശ്വസിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. അതായത് സുരേഷ് ഗോപിക്ക് വേണ്ടി നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അവിടെ രംഗത്തിറങ്ങിയ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാൽ കടന്നു വരുമ്പോൾ ഒരു പക്ഷേ കൂടുതൽ മേൽക്കെ, അതായത് കൂടുതൽ വോട്ടുകൾ, അതായത് പത്മജയ്ക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ കെ കരുണാകരന് അനുകൂലമായിട്ടുള്ള വോട്ടുകളൊക്കെ തന്നെ പത്മജയിലൂടെ കൂടി BJPയിലേക്ക് ഒഴുകിയെത്തുമെന്നുള്ളൊരു ധാരണ ഒരു പക്ഷേ സംസ്ഥാന നേതൃത്വത്തിനുണ്ടാകാം. എന്തായാലും അതുകൊണ്ട് തന്നെയായിരിക്കാം, ആ രീതിയിലായിരിക്കാം ഒരു പക്ഷേ പത്മജയുടെ കടന്നുവരവ് BJP എന്തായാലും നോക്കിക്കാണുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ BJP നേതാക്കൾക്ക് പോലും ഞെട്ടലുണ്ടാക്കി കാണും. അതായത് പത്മജ BJPയിലേക്ക് വരുന്നു എന്നുള്ള വാർത്ത അവർ പോലും അറിയുന്നത് നമ്മൾ വാർത്ത പുറത്തുവിട്ടതിന് ശേഷമായിരിക്കും. പ്രധാനപ്പെട്ട ചില നേതാക്കൾക്ക് മാത്രമായിരിക്കാം ഇതുമായി ബന്ധപ്പെട്ടുള്ള ധാരണ ഉണ്ടായിരുന്നത്. ഒരു പക്ഷേ അവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് ഈ വാർത്ത നേരത്തെ അറിയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വവുമായി കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അങ്ങനെ JP നദ്ദയുമായി നിരവധി തവണ ഇവർ ഫോണിൽ സംസാരിച്ചു, കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വാർത്തകളൊക്കെ തന്നെയാണ് നമ്മൾ പുറത്തുവിടുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ കൂടുതൽ മേൽക്കൈ നേടാൻ BJPക്ക് സാധിക്കുമെന്നുള്ളൊരു വിലയിരുത്തൽ സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനുമുണ്ട് എന്നുള്ളത് തന്നെയാണ്.